ഒന്നുമില്ലാത്ത കാലത്ത് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതൊക്കെയാ ഇന്ന് അനുഗ്രഹമായി തീരാൻ കാരണം. പ്രാർത്ഥനയ്ക്ക് വലിയൊരു ബലമുണ്ട്. നമ്മളിപ്പോൾ ഒന്നിച്ചു കൂടിയത് 4 ദിവസം പ്രത്യേകമായ രീതിയിൽ ഒന്നിച്ചു കൂടുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രാർത്ഥിക്കാനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട്. വലിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു സീരിയസ് ആയ ഒരു രോഗമാണ്, ഹോസ്പിറ്റൽ ഓപ്പറേഷനായിട്ട് കയറ്റുക. അവരെന്നാ വന്ന് നമ്മളോട് പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളല്ലേ ഡോക്ടർമാരായി പഠിച്ച് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെക്കുറിച്ചും നിങ്ങൾക്കല്ലേ അറിവുള്ളത്. നിങ്ങളങ്ങ് ആ ട്രീറ്റ്മെന്റ് നടത്തട്ടെ. എന്നാലും വീട്ടുകാരോട് പറയും, ഞങ്ങൾക്ക് ചെയ്യാൻ പരിധികളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരാ പറയണേ? മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരായ ഡോക്ടർമാർ വരെ കുടുംബക്കാരോട് പറയും, പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാൾ അത്ഭുത ശക്തിയുള്ള ഒന്നാണ്. ഞാൻ ബൈബിളിലെ ഒരു വാക്യം എടുക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ഇതൊരു പഠനം പോലെ പഠിപ്പിച്ചു തരാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെതായ ഒരു കുറവ് കൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകാതിരിക്കട്ടെ. എല്ലാ വശവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിന്റെ ഹെഡിങ് എന്നാ നോക്കിക്കേ. ബർത്തലോമേസിന് കാഴ്ച നൽകുന്നു. അയാൾ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനാണോ അതോ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു ഭിക്ഷക്കാരനാണോ? ആരാണിദ്ദേഹം? അന്നത്തെ ഏറ്റവും വലിയ പണമുള്ളവനാണോ ഏറ്റവും ദാരിദ്ര്യമുള്ള ആളാണോ? ആരവർക്ക് പറഞ്ഞേ? ബർത്തേമ്യൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഭിക്ഷക്കാരനാണ്. ഭിക്ഷക്കാരന്റെ പേര് ഇത്രയും നല്ല വേദപുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുമോ? നിങ്ങൾ കുടുംബ ചരിത്രം എഴുതുകയാണെങ്കിൽ, നിങ്ങളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ, ഈ കൊല്ലത്തോടെ നടക്കുന്ന ഭിക്ഷക്കാരുടെ പേര് അതിനകത്ത് എഴുതി വയ്ക്കുമോ? ഇല്ല. പിന്നെന്തിനാണ് ഈ ബൈബിളിനകത്ത് അയാളുടെ പേരെഴുതി വച്ചിരിക്കുന്നത്? 2000 വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ വലിയ വലിയ ആൾക്കാരെ നമുക്കറിയത്തില്ല. പക്ഷെ അന്നത്തെ ഒരു ഭിക്ഷക്കാരനെ ഈ ദേശത്തുള്ളവർക്ക് വരെ അറിയാം. ആളുടെ പേരും അറിയാം. എന്താ പേര്? ബർത്തേമിയൂസ്. ഇദ്ദേഹം ഇത്രയും ഇന്നും ഓർക്കാൻ പാകത്തിന് ഈ മനുഷ്യൻ ഇന്നും ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? 46-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ട് എല്ലാവരും നല്ല മനസ്സോടും നല്ല ഒരു ഏകാഗ്രതയോടും കൂടി വചനം കേൾക്കണം. 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കുന്നു. അവർ ജെറീക്കയിലെത്തി. അവർ ജെറീക്കോയിൽ എന്ന ഒരു സ്ഥലത്ത് എത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്ക വിട്ട് പോകുമ്പോൾ തിമിയൂസിന്റെ പുത്രനായ ബർത്തേമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊന്നെല്ലാവരും ഒന്ന് ഒരു സ്ക്രീനിൽ ഒന്ന് കണ്ടേ. യേശു ജെറീക്കോയിൽ എത്തിയപ്പം ശിഷ്യന്മാരും ഉണ്ട്. പിന്നെന്താ ഉള്ളേ? വലിയ ഒരു ജനാവലി എന്ന് പറഞ്ഞ് ഇപ്പൊ പള്ളിയിരിക്കുന്ന ആൾക്കാരും പുറത്തുള്ളവരും എല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഇതിലെ വരുന്ന ഒരാൾ പറയൂ, ആ പള്ളിക്കകത്ത് നിന്ന് വലിയൊരു ജനാവലി വരുന്ന കണ്ടു എന്ന് പറയത്തില്ല. ആ പള്ളിയിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു പേര് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഒരു കുറച്ചു പേരേ ഉള്ളൂ. ഇതൊരു വലിയ ജനാവലി അല്ല. പക്ഷെ ഇവിടെ പെരുന്നാൾ വരുമ്പോ 10,000 പേര് 7,000 പേര് ഇവിടെ കൂടുമ്പോൾ ഇതിലെ പരിചയമില്ലാത്ത ഒരാള് ചോദിക്കും, എന്താ ഈ പള്ളിയിൽ പ്രോഗ്രാം? ഭയങ്കര ജനമാണല്ലോ. ആ വാക്ക് എപ്പോഴാ ഉപയോഗിക്കുന്നത്? 1000കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പറയുന്ന വാക്കാണ് എന്ത്? വലിയ ഒരു ജനാവലി. അപ്പോൾ എത്ര പേരവിടെയുണ്ട്? 1000കണക്കിന് ആളുകൾ ഒപ്പം, യേശുവിന്റെ ഒപ്പമുള്ള ഒരു സാഹചര്യമാണ് ഇത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇല്ലാത്തൊരുത്തൻ വഴിയരികിൽ ഇരിപ്പുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്, വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. യേശുവിന്റെ ഒപ്പമുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാരൊപ്പമുണ്ട്. പക്ഷെ ഈ പുള്ളി ഇരിക്കുന്ന എവിടെയാ? വഴിയരികിൽ, വഴിയുടെ സൈഡിൽ ഇരിക്കുക. ഭിക്ഷ തണ്ടാൻ ഇരിക്കുന്ന ഒരാളാണ്. 47-ാമത്തെ വാക്യം.
നസറാനായ യേശു, ഒന്നുറക്കെ വായിച്ചേ, നസ്രായനായ യേശുവാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എല്ലാവരും ശ്രദ്ധിച്ച്, ഇന്നുവരെ ഈ പുള്ളി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഇന്ന് വരെ പുള്ളി എതിരെ പോകുന്ന ആൾക്കാരോടും എനിക്ക് വല്ലതും തരണേ, കുറച്ച് പൈസ തരണേന്ന് മാത്രം ചോദിച്ച് ശീലിച്ച മനുഷ്യൻ അവർ കേട്ടില്ല. നിങ്ങളൊരു പുസ്തകന്റെ ആളാണോ? ആരവർക്കെ പറഞ്ഞേ? ആരാണിദ്ദേഹം? അന്നത്തെ ഏറ്റവും വലിയ പണത്തെ ഏറ്റവും മർദ്ദിക്കുന്നു, നാൽഭുത ശക്തിയുള്ള ഒന്നാണ്. ഞാൻ ബൈബിളിലെ ഒരു വാക്യം എടുക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഇതൊരു പഠനം പോലെ പഠിപ്പിച്ചു തരാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എന്റേതായ ഒരു കുറവ് കൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകാതിരിക്കട്ടെ. എല്ലാ വശവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിന്റെ ഹെഡിങ് എന്നാ നോക്കിക്കേ. ബർത്തലോമേസിന് കാഴ്ച നൽകുന്നു. അയാൾ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനാണോ അതോ ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു ഭിക്ഷക്കാരനാണോ? ആരാണിദ്ദേഹം? അന്നത്തെ ഏറ്റവും വലിയ പണമുള്ളവനാണോ ഏറ്റവും ദാരിദ്ര്യമുള്ള ആളാണോ? ആരവർക്കെ പറഞ്ഞേ? ബർത്തേമ്യൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഭിക്ഷക്കാരനാണ്. ഭിക്ഷക്കാരന്റെ പേര് ഇത്രയും നല്ല വേദപുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കുമോ? നിങ്ങൾ കുടുംബ ചരിത്രം എഴുതുകയാണെങ്കിൽ, നിങ്ങളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഈ കൊല്ലത്തോടെ നടക്കുന്ന ഭിക്ഷക്കാരുടെ പേര് അതിനകത്ത് എഴുതി വയ്ക്കുമോ? ഇല്ല. പിന്നെന്തിനാണ് ഈ ബൈബിളിനകത്ത് അയാളുടെ പേരെഴുതി വച്ചിരിക്കുന്നത്? 2000 വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ വലിയ വലിയ ആൾക്കാരെ നമുക്കറിയത്തില്ല. പക്ഷെ അന്നത്തെ ഒരു ഭിക്ഷക്കാരനെ ഈ ദേശത്തുള്ളവർക്ക് വരെ അറിയാം. ആളുടെ പേരും അറിയാം. എന്താ പേര്? ബർത്തേമിയൂസ്. ഇദ്ദേഹം ഇത്രയും ഇന്നും ഓർക്കാൻ പാകത്തിന് ഈ മനുഷ്യൻ ഇന്നും ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? 46-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ട് എല്ലാവരും നല്ല മനസ്സോടും നല്ല ഒരു ഏകാഗ്രതയോടും കൂടി വചനം കേൾക്കണം. 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കുന്നു. അവർ ജെറീക്കയിലെത്തി. അവർ ജെറീക്കോയിൽ എന്ന ഒരു സ്ഥലത്ത് എത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്ക വിട്ട് പോകുമ്പോൾ തിമയൂസിന്റെ പുത്രനായ ബർത്തേമ്യൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊന്നെല്ലാവരും ഒന്ന് ഒരു സ്ക്രീനിൽ ഒന്ന് കണ്ടേ. യേശു ജെറീക്കോയിൽ എത്തിയപ്പം ശിഷ്യന്മാരും ഉണ്ട്. പിന്നെന്താ ഉള്ളേ? വലിയ ഒരു ജനാവലി എന്ന് പറഞ്ഞ് ഇപ്പൊ പള്ളിയിരിക്കുന്ന ആൾക്കാരും പുറത്തുള്ളവരും എല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഇതിലെ വരുന്ന ഒരാൾ പറയൂ, ആ പള്ളിക്കകത്ത് നിന്ന് വലിയൊരു ജനാവലി വരുന്ന കണ്ടു എന്ന് പറയത്തില്ല. ആ പള്ളിയിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു പേര് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഒരു കുറച്ചു പേരേ ഉള്ളൂ. ഇതൊരു വലിയ ജനാവലി അല്ല. പക്ഷെ ഇവിടെ പെരുന്നാൾ വരുമ്പോ 10,000 പേര് 7,000 പേര് ഇവിടെ കൂടുമ്പോൾ ഇതിലെ പരിചയമില്ലാത്ത ഒരാള് ചോദിക്കും, എന്താ ഈ പള്ളിയിൽ പ്രോഗ്രാം? ഭയങ്കര ജനമാണല്ലോ. ആ വാക്ക് എപ്പോഴാ ഉപയോഗിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പറയുന്ന വാക്കാണെന്ത്? വലിയ ഒരു ജനാവലി.